അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ
പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത് ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള അഭിഷേകമുണ്ടെന്ന്. ഈ അഭിഷേകത്തിന് ബൈബിളിൽ പറയണ വാക്കെന്താണെന്നറിയാമോ? അനോയിൻറ്റിംഗ് എന്ന് പറയും, പക്ഷേ ചില സമയത്ത് വിശ്രമം എന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമമില്ലാത്ത അവസ്ഥ. ഇസ്രയേൽ, നീ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പം ദൈവം നൽകുന്ന സകല സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, അതുപോലെ തന്നെ സമർപ്പണത്തോടെ, ദൈവിക പുണ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്രമം ഉണ്ടാകുന്നത്. സമർപ്പണം കഴിഞ്ഞാണ് വിശ്രമം, ശ്രമമില്ലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് അഭിഷേകത്തിൻ്റെ ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. ഇപ്പം ഉദാഹരണത്തിന് എബ്രായർ 4:1 തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാലേ, അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയണത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. ഇപ്പം വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോൾ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണത്തിൽ വെച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരണത്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. അത് സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം മാറി, പ്രത്യാശ മാറി, സ്നേഹം മാറി, സമർപ്പണത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്ലേസ്മെൻറ്റ്, ലാൻഡിങ് നടക്കുന്നത്. ഇനി സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ആരുൾപ്പെടുത്തരുതെന്നാണ്? ദൈവമാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പാപരഹിതരായി ജീവിക്കാൻ വേണ്ട അഭിഷേകം തരാം. അതെങ്ങനെ മനസ്സിലാകുന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ജെറമിയ ഒന്ന് വായിച്ചാൽ മതി. ജെറമിയ 31:2 വായിച്ചേ. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം, ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ക്ലേശങ്ങളെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പം എപ്പോഴും ഈ കൃപ കണ്ടെത്തുന്ന എപ്പോഴും വെച്ചാണ്? ക്ലേശങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞാണ്. അതിജീവിക്കണം എന്തുകൊണ്ടാണ്? അതിജീവിത വിശ്വാസം കൊണ്ടാണ്.
അതിജീവിത വിശ്വാസം കൊണ്ടാണ് ക്ലേശങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ക്ലേശങ്ങളുണ്ടാവും, പക്ഷേ അതിനെ കൗൺട്രാക്ട് ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്കെന്താ വേണ്ടത്? കോമൺ ഫെയ്ത്ത് പറ്റത്തില്ല. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ 2 സഹോദരങ്ങൾ വന്ന് എന്നെ അവിടെ ധ്യാനത്തെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഈ കോമൺ ഫെയ്ത്ത് കൊണ്ട് ആഞ്ഞിലി കൊണ്ട് വല്ലൊരു വീഡിയോ വെക്കുമെന്ന് ചോദിച്ചു അവരോട്. ആഞ്ഞിലി കൊണ്ട്. അപ്പോൾ അവർ പറയും വെക്കൂല അച്ഛാ. ഞാൻ പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടല്ലേ വെക്കത്തുള്ളൂ, കാതൽ കൊണ്ടല്ലേ വീഡിയോ വെക്കത്തുള്ളൂ. കാര്യം ആഞ്ഞിലി 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അതിൻ്റെ വെള്ളമുണ്ട്. വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ വെള്ളം ഉച്ചകൂത്താൻ തുടങ്ങും. അപ്പോൾ ആഞ്ഞിലി വെള്ളം വെച്ച് ഒരു വീഡിയോ വെക്കുക ഇല്ല. ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. നമുക്കുള്ള വിശ്വാസം, പലർക്കുള്ള വിശ്വാസം അതാണ്. അത് ഉച്ചകൂത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചകൂത്താൻ തുടങ്ങും. അതിൻ്റെ ബലക്ഷയം ഉണ്ടാകും. കാര്യം ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൽ അവിശ്വാസം കൂടി ഉണ്ട്. അല്പവിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം കാതലും ബാക്കിയെല്ലാം വെള്ളയുമാണെന്നായി പറയണത്. അല്പവിശ്വാസി ഈശോ ചോദിക്കണില്ലേ, സംശയിച്ചത് എന്ത്? അതിപ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ആഞ്ഞിലിയുടെ കൂടെ കാതലുള്ള പോലെ തന്നെ വെള്ളയുണ്ട്, സംശയം ഉണ്ടെന്ന് അർത്ഥം. സംശയത്തിന് വെള്ളയെന്ന് പറയണത്. വെള്ളം കെട്ടി വെച്ച് അറുത്ത് എല്ലാവരും വീട് വെക്കുക ഇല്ല, അത് ചൂത്തു എപ്പോഴായാലും. അപ്പം അതുകൊണ്ട് ദൈവം അതൊന്നും എടുക്കത്തില്ല. അല്പവിശ്വാസികളെ ഒന്നും ദൈവം ഒരു കാര്യത്തിൽ എടുക്കത്തില്ല. പിന്നെ എന്താ ചെയ്യണത്? ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞില്ലേ. വലിയ വിശ്വാസമുണ്ട്, പക്ഷേ കൃപയിലേക്ക് വരണത്. അതുകൊണ്ട് വലിയ വിശ്വാസം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമ്യാ പദ്ധതി, അതായത് വാളിൻ്റെ ക്ലേശങ്ങൾ അതിജീവിച്ച ജനം മരുഭൂമിയെ കൃപ കണ്ടെത്തി എന്നാണ് പറയണത്. ഇപ്പം കൃപ കണ്ടെത്തുന്നത് എപ്പോഴും സാധുലമായ പച്ചപ്പുറപ്പുറങ്ങളല്ല, അത് ബ്ലെസ്സിങ്സാണ്. ഇടയനെക്കുറിച്ച് പറയത്തില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തുന്നു, നിശ്ചലമായ ജലാശയം കുടിപ്പിക്കുന്നു. അത് ബ്ലെസ്സിങ്സാണ്. ആ സാധനങ്ങളിൽ എപ്പോഴും ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്. അപ്പോഴും മരുഭൂമിയിലാണ് കൃപയുള്ളത്. ആ കൃപ ആരായിരിക്കണം? വാളിനെ അതിജീവിച്ച ജനമാണ്. അപ്പം വാളിനെ അതിജീവിച്ചവരാണ് കൃപയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്താണ്? വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയെ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്രമമാണേ. വിശ്വാസം മുതൽ വിശ്രമം വരെ. ഈ വിശ്രമത്തിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഐ കമണ്ട് മൈ സ്പിരിറ്റ് എന്നും പറഞ്ഞ് കുരിശിൽ അവൻ വിശ്രമിക്കുകയാണ്. ഇടത്തോട്ട് തലയാഴ്ച സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് വിശ്രമം. എന്ന് വെച്ചാൽ ആ വേദന എവിടെയോ വെച്ച് എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പിതാവുമായിട്ട് കണക്ഷൻസ് കിട്ടി. എൻ്റെ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. ഇതാണ് വിശ്രമം എന്ന് പറയുന്നത്. ഈ വിശ്രമം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വേദനയെ അഭിഷേകമായി ഈശോയ്ക്ക് അഭിഷേകം കിട്ടി. അപ്പായോട്ട് ലൈൻ കണക്റ്റഡായിട്ടാണ് ഇവൻ അടുത്തേക്ക് തല ചായ്ച്ച് ഉറങ്ങണത്, കർത്താവിന് ജീവൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമാണ് കൃപയുടെ കഠോര കൃപ. അവൻ്റെ കഠോര കൃപ. മെൽ ഗിബ്സനൊക്കെ ആ സമയത്ത് ഭയങ്കര മഴ പെയ്യിക്കണ കാണാം. എന്ത് രസമാണെന്ന് അറിയാം. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവനിങ്ങനെ തല ചായച്ച് കിടക്കുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളം അങ്ങനെ വീഴും. പിന്നെ വീഴണത് ഒരു പരകോടി ശതകോടി വെള്ളമാണ് വീഴണത്. കൃപയുടെ മഴ പെയ്യണ കാണാം. അതിമനോഹരമാണ് ആ സിനിമ. അപ്പം അതുപോലെ തന്നെ വിശ്രമം. ഇപ്പോൾ ഓട്ടിസം രോഗികളെന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, അവർക്കും അവരെ സൂക്ഷിക്കുന്നവരും ഒരു ടൈം കഴിയുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ആദ്യകാലങ്ങളിലെ പോലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവസ്നേഹവും സമർപ്പണം കൊണ്ട് നിറഞ്ഞിട്ട് സമർപ്പണത്തിന് അടുത്ത ഘട്ടത്തിൽ ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങയുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എന്താ കൃപയിൽ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ ദൈവവേദന അഭിഷേകമുണ്ട്. ഞാൻ നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം വെച്ചാൽ ഒന്നാമത്തെ ലോകത്താന്മാരെ പിരിയത്തുള്ളൂ, ചെടിയ കോമാളികൾ മാത്രമേ പിരിയത്തുള്ളൂ, അല്ലാത്തൊരു പിരിയത്തില്ല. കാര്യം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഏത് ചെന്നായും പുള്ളിപ്പുലിയാണ് പശുവിൻ്റെ കൂടെ താമസിക്കും. പശു ചെന്നായ്ക്കളോട് താമസിക്കും. അഭിഷേകത്തിൻ്റെ വിശ്രമത്തിൻ്റെ വലിയ കാലമാണത്. അത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ദൈവത്തിന് മാറരുത്. ശരിക്കും എന്ത് ക്ലേശം ഉണ്ടായാലും ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ഒരു കളങ്കമായ വാക്കുപോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നാളെ പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.